ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലിയിലെ പന്തു കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠഭാഗവും ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ആദ്യം, പന്ത് കളിക്കാനൊരു പെൺകുട്ടി. ഒരു വൈകുന്നേരം വീടിനടുത്ത മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ അവിടെ പ്രകാശനുണ്ടായിരുന്നു. സത്യത്തിൽ അവൻ്റെ നേതൃത്വത്തിലാണ് കളി ഉള്ളത് പറയാമല്ലോ. നല്ല ഒന്നാന്തരം കളിക്കാരനാണ് അവൻ. ഓട്ടത്തിന് അസാധ്യ വേഗത, കണക്ക് കൂട്ടാൻ പറ്റാത്ത മുന്നേറ്റ പാടവം. എന്നെ കണ്ട പാടെ അവൻ പറഞ്ഞു, മഞ്ഞക്കിളി ഗോളി നിന്നോ. എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എനിക്ക് ഗോളി നിൽക്കാനായിരുന്നില്ല ഇഷ്ടം, കയറി കളിക്കാനായിരുന്നു. ഞാനും ഒരു ആൺകുട്ടിയല്ലേ. പക്ഷെ മൈതാനത്ത് പ്രകാശൻ പറയുന്നതാണ് നിയമം. പിടിക്കാവുന്ന 1-2 പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അതോടെ അവൻ എൻ്റെ നേർക്ക് തിരിഞ്ഞു. മഞ്ഞേ, നിന്റെ കൈയെന്താ ഓട്ടക്കൈയാണോ? ഞാനത് കേട്ടതായി നടിച്ചില്ല. അടുത്ത പന്ത് സ്വന്തം പോസ്റ്റിൽ കയറാൻ അനുവദിച്ചെന്ന് മാത്രം. അങ്ങനെ ഒരു ലോകകപ്പിൽ ജർമ്മനി ബ്രസീലിനെ പൊട്ടിച്ചതുപോലെ എതിർ ടീം ഞങ്ങളുടെ ടീമിനെ കൊട്ടയിൽ വാരി. ഹ ഹ ഹ. പ്രകാശൻ കലിതുള്ളി. പിന്നെ ഒരിക്കലും പ്രകാശൻ എന്നെ അവൻ്റെ ടീമിലെടുത്തില്ല. എന്നെ കാണുമ്പോഴേ അവൻ മാറും. മഞ്ഞക്കിളിയെ നിങ്ങളെടുത്തോ. എന്നാൽ എതിർ ടീമിൽ കളിക്കുമ്പോൾ ഗോൾ വഴങ്ങാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. പ്രത്യേകിച്ചും പ്രകാശൻ്റെ ഷോട്ടുകൾ ഗോളാവാതിരിക്കാൻ ജാഗരൂകനായി. അതുകണ്ട് പ്രകാശൻ പിന്നെയും കലിതുള്ളി. അപ്പോൾ നിനക്ക് പന്ത് പിടിക്കാൻ അറിയാം. ഞാൻ അവൻ്റെ രോഷം കണ്ട് ഉള്ളിൽ ചിരിച്ചു. അങ്ങനെയിരിക്കെയാണ് സുമംഗല ഞങ്ങളുടെ മൈതാനത്ത് എത്തുന്നത്. വന്ന പാടെ അവൾ ഒറ്റ ചോദ്യം, എന്നെയും കൂടി കളിക്കാൻ കൂട്ടുമോ? പ്രകാശൻ മാത്രമല്ല, ഞാനും പൊട്ടിച്ചിരിച്ചു. പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക്. പ്രകാശൻ അതും പറഞ്ഞ് നിർത്താതെ ചിരിച്ചു. ഞാനും ഒരു ഒത്ത ആൺകുട്ടിയായി നിന്ന് സുമംഗലയെ കളിയാക്കി. സുമംഗലയുടെ അച്ഛൻ രത്നാകരൻ പഴയ ഫുട്ബോൾ താരമാണ്. കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. പിന്നീട് പരിക്കുപറ്റി കളം വിടേണ്ടി വന്നു. ഇപ്പോൾ പശുവിനെ പോറ്റിയും പാൽ വിറ്റുമാണ് ജീവിതം. ഒഴിവു സമയങ്ങളിൽ മുറ്റത്ത് അച്ഛനോടൊപ്പം സുമംഗല പന്ത് തട്ടാറുണ്ട്. ഇപ്പോൾ അവൾക്ക് മൈതാനത്ത് കളിക്കാൻ മോഹം. അതിമോഹമാണ് മോളെ എന്ന് ഞങ്ങൾ ആൺകുട്ടികൾ അവൾക്ക് മുന്നിൽ ആർത്തു. സങ്കടം തുളുമ്പിയ കണ്ണുകളോടെയാണ് സുമംഗല മൈതാനത്തു നിന്ന് പോയത്. അന്നു രാത്രി ഞാൻ അമ്മയോട് ഇക്കാര്യമെല്ലാം പറഞ്ഞു. അമ്മ അപ്പോൾ എന്നോട് ചോദിച്ചു, പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ലെന്ന് നിന്നോടാരാ പറഞ്ഞേ? ശേഷം അമ്മ ലാപ്ടോപ്പിൽ പഴയ ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചിരുന്നു. ഞാൻ അവയെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും വീഡിയോസ് കാണുന്നത് ആദ്യമായാണ്. സ്ത്രീകളാണ് കളിക്കുന്നതെന്ന് പലപ്പോഴും തോന്നുകയേയില്ല. മൈതാനത്ത് പന്തും മത്സരവുമേ ഉള്ളൂ. എല്ലാം ഉശിരൻ കളികൾ. കൂട്ടത്തിൽ ബ്രസീലിൻ്റെ മാർത്ത എന്ന താരത്തിൻ്റെ പ്രകടനം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. അസ്ത്രം പോലെയാണ് മാർത്ത പന്തുമായി കുതിക്കുന്നത്. ഇന്ത്യയിലും പെൺകുട്ടികൾക്ക് ടൂർണമെൻറ്റുകളുണ്ട്. കേരളം പലതവണ അതിൽ വിജയിച്ചിട്ടുമുണ്ട്. നിങ്ങളെപ്പോലുള്ള ആൺകുട്ടികളുണ്ടായാൽ ഭാവിയിൽ കേരളം ജയിക്കുമോ? എനിക്ക് സംശയമാ, അമ്മ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല. അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല. അമ്മ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മ പത്രപ്രവർത്തകയാവാൻ തീരുമാനിച്ചപ്പോൾ പലരും ഇതേപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത്രേ. അമ്മ വകവച്ചില്ല. പത്രപ്രവർത്തനം സ്ത്രീകൾക്കും വഴങ്ങുമെന്ന് അമ്മ ഉറച്ചു നിന്നു. വിവാഹിതയായപ്പോൾ അച്ഛനും അമ്മയെ പിന്തുണച്ചു. അക്കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം നിന്റെ അച്ഛനോടാ, അമ്മ ഉച്ചത്തിൽ ചിരിച്ചു. പിന്നെ സുമംഗലയെ കാണുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും, എൻ്റെ അമ്മ ആഗ്രഹിച്ചത് അമ്മ നേടിയെടുത്തു. സുമംഗലയ്ക്കും അതിനൊക്കെ കഴിയേണ്ടതാണ്. ചിലപ്പോൾ മാർത്തയെപ്പോലെ മിന്നൽ വേഗത്തിൽ എതിർ പോസ്റ്റിലേക്ക് കുതിക്കുന്ന വലിയ താരമായി സുമംഗല വളർന്നാലോ? അങ്ങനെയാണെങ്കിൽ അമ്മ പറയും പോലെ ഞങ്ങൾ അക്രമമാണ് കാട്ടിക്കൂട്ടുന്നത്. അതല്ല, സുമംഗല മാർത്തയെപ്പോലെ വളർന്നില്ലെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട കളിയിലേർപ്പെടാൻ അവകാശമുണ്ട്. അവളും ഞങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ്. അമ്മ പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം അതാണെന്ന് തോന്നുന്നു. എന്തോ ആർക്കറിയാം. എന്തായാലും സുമംഗല പെട്ടെന്ന് തോറ്റു പിന്മാറുന്ന ആളല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. പിറ്റേന്നും അവൾ മൈതാനത്തെത്തി. പഴയ ചോദ്യം ആവർത്തിച്ചു. പ്രകാശൻ ഒരിക്കൽ കൂടി ക്ഷുഭിതനായി. സുമംഗലയും വിടുന്നില്ല. ഇവരുടെ വഴക്ക് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ എനിക്കെന്നത്ര സന്തോഷം വന്നില്ല. കലവൂർ രവികുമാറിൻ്റെ ആ ഒരു കഥാഭാഗമാണല്ലോ ഇവിടെ നൽകിയിട്ടുള്ളത്. കൂടുതൽ കഥ ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. കഥ ഉറക്കെ വായിക്കാം. 4-5 ഗ്രൂപ്പായി തിരിഞ്ഞ് ഗ്രൂപ്പിൽ ഓരോരുത്തരായി മാറി മാറി കഥ വായിച്ച് പൂർത്തിയാക്കൂ. തുടർന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു കുട്ടി, അടുത്ത ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു കുട്ടി എന്ന ക്രമത്തിൽ എല്ലാ ഗ്രൂപ്പും ചേർന്ന് ക്ലാസ്സിൽ പൊതുവായി കഥ വായിക്കണം. വായന കൂടുതൽ നന്നാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ. എന്തൊക്കെയാണ് വായന കൂടുതൽ നന്നാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
അതെ, എന്താണ് ധൃതി കൂട്ടാതെ നിർത്തി നിർത്തി വായിക്കണം അല്ലേ? അതുപോലെ തന്നെ അക്ഷരത്തെറ്റില്ലാതെ ഉറക്കെ വായിക്കുക. അതുപോലെ സംഭാഷണങ്ങൾ ശബ്ദമുയർത്തിയോ താഴ്ത്തിയോ വായിക്കണം. ചോദ്യങ്ങൾ ചോദ്യഭാവത്തോടെ വായിക്കണം. കേൾക്കുന്നവർക്ക് ആശയം മനസ്സിലാകുന്ന വിധത്തിൽ ഒഴുക്കോടെ വായിക്കണം. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ വായന കൂടുതൽ നന്നാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ? ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. രസകരമായ പ്രയോഗങ്ങൾ. മഞ്ഞേ, നിന്റെ കൈയെന്താ ഓട്ടക്കൈയാണോ? ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ? എന്നിട്ടും പ്രകാശൻ ഇങ്ങനെ പറഞ്ഞതിന് കാരണം എന്തായിരിക്കും? ചർച്ച ചെയ്യൂ. ഇത്തരം വാക്യങ്ങൾ കഥയിൽ ഇനിയും ഒളിച്ചിരിപ്പുണ്ടോ? കണ്ടെത്തൂ. ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടായിട്ടാണോ മഞ്ഞ നിന്റെ കയ്യെന്ത് ഓട്ടക്കൈയാണോ എന്ന് പ്രകാശൻ ചോദിച്ചത്? അല്ലല്ലേ. ഇതുപോലുള്ള രസകരമായ പ്രയോഗങ്ങളൊക്കെ പാഠഭാഗത്തുണ്ട്. നമുക്ക് എടുത്തെഴുതിയാലോ? ഓക്കെ, നമുക്ക് എഴുതാം. ഓട്ടക്കൈ, അതിൻ്റെ ആശയം എന്താണ്? സമ്പാദിക്കാനോ എടുത്തു വയ്ക്കാനോ കഴിയാതെ അമിതമായി പണം ചെലവാക്കുന്നവരാണല്ലേ. അതുപോലെ കൊട്ടയിൽ വാരി എന്നുള്ളതിൻ്റെ ആശയം എന്താണ്? മൊത്തമായി എടുത്ത് മുഴുവനും എടുത്തു, അല്ലെങ്കിൽ മുഴുവനും എടുത്തു എന്നുള്ള ആശയമാണല്ലേ. അപ്പോൾ കൊട്ടയിൽ വാരി എന്ന് പറഞ്ഞാൽ മൊത്തമായി എടുത്തു അല്ലെങ്കിൽ മുഴുവനും എടുത്തു. അസ്ത്രം പോലെ എന്നുള്ളതിന് അമിത വേഗത്തിൽ അഥവാ മിന്നൽ വേഗത്തിൽ. അപ്പോൾ എന്തൊക്കെയാണിതിൽ നമ്മൾ പ്രയോഗങ്ങൾ നോക്കൂ. ഓട്ടക്കൈ, അതുപോലെ കൊട്ടയിൽ വാരി, അസ്ത്രം പോലെ. അതിപ്പോൾ എടുത്തെഴുതാവുന്നതാണ് കൂട്ടുകാർക്ക്. അതിൻ്റെ ആശയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കൂട്ടുകാർക്ക് മനസ്സിലാക്കിയാനാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. മകനോട്, ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല. അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല. അമ്മയുടെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കുറിപ്പായി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതൊരു കുറിപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യണം? ഒരു കുറിപ്പായിട്ട് എഴുതണം. ഓക്കെ, നമുക്ക് എഴുതാം. നമുക്ക് എല്ലാവർക്കും, അതായത് ആണിനും പെണ്ണിനും എന്താണ്? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും പദവിക്കും അവസരത്തിലും സമത്വവും അവകാശവുമുണ്ട്. ആണിനും പെണ്ണിനും പ്രത്യേക പദവിയോ അവസര നിഷേധമോ പാടില്ല എന്ന് ഭരണഘടന പറയുന്നു. തുല്യത വേണം. പണ്ടുകാലത്ത് ജനങ്ങൾ ഈ തുല്യത ചിലപ്പോഴൊക്കെ നിഷേധിച്ചിരുന്നു. ഇന്ന് അങ്ങനെ ചിന്തിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. ഓട്ടോയും JCBയും ഓടിക്കുന്ന സ്ത്രീകളുണ്ട്. തെങ്ങു കയറുന്ന സ്ത്രീകളുണ്ട്. കിണർ വൃത്തിയാക്കുന്ന സ്ത്രീകളുണ്ട്. പല ഹോട്ടലിലും രുചികരമായ ആഹാരം തയ്യാറാക്കുന്നത് പുരുഷന്മാരാണ്. വീട്ടിൽ ഭക്ഷണം വയ്ക്കുന്നത് അമ്മമാരുടെ കുത്തകയാണോ? അല്ല. ആണിനോ പെണ്ണിനോ കുത്തകയായി ഒന്നുമില്ല. മഞ്ഞക്കിളിയുടെ അമ്മയുടെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായക്കുറിപ്പ് എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ക്ലാസ് കായികോത്സവം. ടോമോയിലെ കായികമേളയെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. എല്ലാവരെയും പങ്കെടുപ്പിച്ച് നമുക്കും ഒരു കായികമേള നടത്തിയാലോ? എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം? ഏതെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്തണം? എവിടെ വെച്ച് നടത്തണം? ആവശ്യമായ പ്രചാരണം എങ്ങനെയല്ല? വിജയികൾക്ക് സമ്മാനം വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്യാൻ കൂട്ടുകാർക്ക്? നോക്കൂ, നോട്ടീസ് തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നോട്ടീസിൽ എന്തെല്ലാം ഉൾപ്പെടണം? പോസ്റ്റർ നിർമ്മിക്കാം. പോസ്റ്ററിൽ എന്തെല്ലാം വേണം? ഡിജിറ്റൽ പോസ്റ്ററും നിർമ്മിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നോട്ടീസും പോസ്റ്ററും ഡിജിറ്റൽ പോസ്റ്ററുകളും തയ്യാറാക്കൂ. അവ സ്കൂളിലും പുറത്തും ഉചിതമായ സ്ഥാനത്ത് പ്രദർശിപ്പിക്കണേ. ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിജിറ്റൽ പോസ്റ്ററുകൾ പങ്കിടാം. അപ്പോൾ നോട്ടീസിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? സ്കൂളിൻ്റെ പേര് വേണം. അതുപോലെ തന്നെ നടക്കുന്ന തീയതി, നടക്കുന്ന സ്ഥലം, മത്സര ഇനങ്ങൾ, അതുപോലെ ഉദ്ഘാടനമാരാണ്, സ്വാഗതം, സമ്മാനദാനം, നന്ദി, ഇവരൊക്കെ ആരാണെന്ന് ഉൾപ്പെടുത്തണം അല്ലേ. ഈ കാര്യങ്ങളൊക്കെ എന്ത് വേണം? നോട്ടീസിൽ ഉൾപ്പെടുത്തണം. ഇത് നമുക്ക് നോട്ടീസ് തയ്യാറാക്കാം. ഗവൺമെൻറ് UP സ്കൂൾ മാങ്കാവ് കോഴിക്കോട് കായികമേള 2025 ജനുവരി 16-17 സ്കൂൾ മൈതാനിയിൽ. ഈ വർഷത്തെ കായികമേള ജനുവരി 16-17 തീയതികളിൽ നടക്കുന്നു. ആൺപെൺ വ്യത്യാസമില്ലാതെ നടക്കുന്ന ഈ കായികമേള കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇന്ന് തന്നെ ക്ലാസ് ടീച്ചറുടെ കയ്യിൽ പേര് നൽകേണ്ടതാണ്. then എന്ത് ചെയ്യാം? ജനുവരി 16 ഇതിൽ കാര്യപരിപാടികൾ എഴുതാം. അതുപോലെ തന്നെ മത്സര ഇനങ്ങളൊക്കെ എഴുതി കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഈ നോട്ടീസ് പൂർത്തീകരിക്കാവുന്നതാണ്. ഓക്കെ, മത്സര ഇനങ്ങളിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ഓട്ടം, ചാട്ടം, റിലേ, ചാക്കിലോട്ടം, സ്ലോ സൈക്കിൾ റേസ്, ഫുട്ബോൾ, ഗുസ്തി, കരാട്ടെ. ഇതിനെങ്ങനെ എഴുതാം? കാര്യപരിപാടികൾ ടൈമൊക്കെ വെച്ചിട്ട് 9:30 പതാക ഉയർത്തൽ, 9:40 സ്വാഗതം ഹെഡ് മാസ്റ്റർ, ദെൻ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ മേയർ, ദെൻ 10 മണിക്ക് കായിക മത്സരങ്ങൾ,
അപ്പോൾ എന്ത് ചെയ്യാം, ഇതുപോലെ കൂട്ടുകാർക്ക് ഓരോ ടൈമൊക്കെ എഴുതി കാര്യപരിപാടികളൊക്കെ എഴുതി നോട്ടീസ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് എന്താണ്, ദൃക്സാക്ഷി വിവരണമാണല്ലേ. നമുക്ക് നോക്കാം. 2-3 കുട്ടികൾ ചേർന്ന് കായികമേളയുടെ തത്സമയ വിവരണം നടത്തൂ. ഇത് റെക്കോർഡ് ചെയ്ത് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കേൾക്കാനുള്ള അവസരവും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാനാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ തന്നെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, ഈ കായികമേളയുടെ തത്സമയ വിവരണം തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ചാക്കിലോട്ടത്തിൻ്റെ ദൃക്സാക്ഷി വിവരണം എഴുതിയാലോ. ഓക്കെ, ചാക്കിലോട്ട മത്സരത്തിൻ്റെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പോരാടിയ പ്രാഥമിക മത്സരത്തിൽ നിന്നും വിജയിച്ച 4 പേരാണ് ഫൈനൽ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. 1-ാം ട്രാക്കിൽ അഞ്ജന, 2-ാം ട്രാക്കിൽ ജോസഫ്, 3-ാം ട്രാക്കിൽ ഫൈസൽ, 4-ാം ട്രാക്കിൽ മുന്താസ്. അതാ വിസിലടിച്ചു. 4 പേരും കുതിച്ചുചാടി മുന്നോട്ട് പായുകയാണ്. കുതിരയെപ്പോലെ പടക്കുതിരയെപ്പോലെ മുന്നേറുന്നു. ആരാണ് മുന്നിൽ? ജോസഫ്. അല്ല, ഫൈസൽ മുന്നിലെത്തി. 2 പേരെയും പിന്തള്ളിക്കൊണ്ട് അതാ അഞ്ജന മുന്നിലേക്കെത്തി. വാശിയേറിയ മത്സരം, ആരും വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാവുന്നതാണ്. ദെൻ നോക്കൂ, ഞങ്ങളുടെ രചനാ ശില്പശാല. കളി, സൗഹൃദം, സ്നേഹം എന്നിവ ആവിഷ്കരിക്കുന്ന കഥകളും കവിതകളും അനുഭവങ്ങളുമാണ് നിങ്ങൾ പഠിച്ചത്. ഇതേ ആശയങ്ങൾ കഥയായും കവിതയും ചിത്രയായും ആവിഷ്കരിക്കാൻ കഴിയില്ലേ? ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു രചനാ ശില്പശാല നടത്താം. തയ്യാറാക്കിയ രചനകൾ മെച്ചപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കണം. ദെൻ കളിപ്പതിപ്പാണ്. വായനശാല സന്ദർശിക്കാം എന്ന 2 പ്രവർത്തനങ്ങളാണ് നൽകിയിട്ടുള്ളത്. കളിപ്പതിപ്പ് എന്താണ്? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കളി അനുഭവങ്ങൾ, വരച്ച ചിത്രങ്ങൾ, നിങ്ങളുടെ വിവിധ അവതരണങ്ങളുടെയും കായികമേളയുടെയും ഫോട്ടോകൾ, നോട്ടീസ്, വിവിധ പ്രവർത്തനങ്ങളിലുണ്ടായ കുറിപ്പുകൾ, രചനകൾ എന്നിവയെല്ലാം ചേർത്ത് ഒരു കളിപ്പതിപ്പ് തയ്യാറാക്കി സ്കൂൾ അസംബ്ലിയിൽ പ്രകാശനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യുക, പ്രവർത്തനം ചെയ്യുക. ദെൻ വായനശാല സന്ദർശിക്കാം. അടുത്തുള്ള വായനശാല സന്ദർശിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട മാസികകളും പുസ്തകങ്ങളും കണ്ടെത്തി വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ കൂട്ടുകാർ തനിയെ ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.